അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നോമ്പ് ഏഴാണ്. നോമ്പ് ഏഴ് പ്രമാണിച്ച് എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കണം. എല്ലാ ദിവസത്തെ വീഡിയോ ഇടാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. ബാക്കിയുള്ളവർ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും സിമ്പിൾ പവർഫുള്ളാണ്. പക്ഷെ അങ്ങനെയല്ല. എഡിറ്റ് ചെയ്യൽ തമ്പനെയിലാക്കൽ പാടാണ്. അതുകൊണ്ട് 30 ദിവസത്തെ വീഡിയോസൊന്നും ഉണ്ടാവില്ല. ആവുന്ന പോലെയൊക്കെ 1-2 ദിവസം ഇപ്പോൾ ഇന്നെടുത്തില്ലെങ്കിൽ നാളെയില്ല, മറ്റന്നാൾ എടുത്തെങ്കിൽ അതിൻ്റെ അപ്പുറമില്ല, അങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കണേ, നോമ്പറക്കണ്ടേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അസർ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരാളിവിടെ കഞ്ഞിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ എന്നാൽ പോകുന്ന വീഡിയോ എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തുണ്ടാക്കും ഇങ്ങനെ ആലോചിക്കുമ്പോൾ അത് നമ്മളെ കണ്ണൂർ കിച്ചൻ്റെ വീഡിയോസ് ഉണ്ടത്. എന്നാൽ പിന്നെ അവരുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ കുഴക്കണ്ട, പരത്തേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇങ്ങനെ പാക്കറ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ്. സ്വന്തമായിട്ട് റെസിപ്പി കാര്യങ്ങൾ ആരെങ്കിലും യൂട്യൂബ് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഉപ്പും കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ മയോണൈസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും എത്ര സാധനം ഉണ്ടെങ്കിലും നമ്മൾ യൂട്യൂബിൽ സിമ്പിൾ ഈസി സ്നാക്സ് എന്നെല്ലാം അടിച്ച് നോക്കും. അപ്പോൾ നമുക്ക് ഈസി സ്നാക്സ് തന്നെ ഇവിടെ ഉണ്ടാക്കാം. സമൂസ ഷീറ്റിൽ ഞാൻ ആദ്യം മൈദക്ക് പകരം അരിപ്പൊടിയാണ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. എത്ര യൂട്യൂബ് നോക്കിയാലും എത്ര സ്വന്തമായിട്ട് അറിയെങ്കിലും ഉമ്മാനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ലാസ്റ്റ് ആ അരിപ്പൊടിയും കൊണ്ട് ഉമ്മാൻ്റെ അടുത്ത് പോയി. ഉമ്മ പറഞ്ഞാൽ അത് അരിപ്പൊടിയാണ് മോളെ, മൈദപ്പൊടി മറ്റേ പാക്കറ്റിലാണുള്ളത്. അപ്പോൾ പാക്കറ്റ് തിരിച്ച് വെച്ചത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ സമൂസ ഷീറ്റ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ക്രോസ് ആയിട്ട് വെച്ചെടുക്കുക, 2 വേണം. പിന്നെ അതിലോട്ട് ഫില്ലിങ് വെച്ചെടുക്കുക. പിന്നെ അത് മടക്കേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഏകദേശം എല്ലാം മനസ്സിലാകും. ഇന്ന് അത്യാവശ്യം നല്ലൊരു പണി കിട്ടിയ ദിവസമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്താത്തൻ്റെ മോളോട് ബ്രെഡ് ഓടിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഓള് ചോപ്പറിൽ പോയിട്ട് ബ്രെഡ് ഓടിക്കാൻ നിന്ന്. ലാസ്റ്റ് മോന് മടിയിൽ കയറിയിട്ട് രണ്ടാളും കൂടി വലിക്കുന്ന നേരം അത് ഊരി വീണ് മൊത്തം ടൈലിലും
തട്ടിമ്മലും മൊത്തത്തിലായി. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ നിന്ന് ലാസ്റ്റ് അവളെനിക്ക് അത് പൊടിച്ചിട്ടെന്നത് ഈ ഒരു ചെറിയ പാത്രത്തിൽ. ഞാൻ പറഞ്ഞു നിനക്ക് വേറെ പാത്രമൊന്നും കിട്ടിയിട്ടില്ല മോളെ എന്നിട്ട്. പിന്നെ എനിക്ക് എന്തിനാണ് വേറെ പാത്രം പരക്കാൻ, നമ്മൾ തന്നെ കഴുകണം. അതിലും നല്ലത് ഈ ഒന്നിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. നമുക്ക് കാണാൻ അത്ര ഇതില്ലെങ്കിലും നമുക്ക് കഴിക്കാനല്ലേ വേണ്ടത് എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി. നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കടികളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റമദാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ബൈ ബൈ.